മരമണ്ടനാണ്. അവരുടെ ദൃഷ്ടിയിൽ നമ്മളാരും ബുദ്ധിമാന്മാരല്ല, വിവരമില്ലാത്തവർ, എന്തോ ഭ്രാന്ത് പിടിച്ചവർ. ഇതൊക്കെയാണ് ലോകത്തിന്റെ ചിന്ത. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയൂ, ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് സകല കണ്ണും കാണത്തക്കവണ്ണം വെളിപ്പെട്ട് ആകാശമേഘത്തിൽ ശോഭയോടുകൂടി ഇവരും ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ഭയങ്കര ദിവസം വരുന്നു. ഇതിന്റെ പേര് ഒന്നുകൂടി ഞാൻ വിളിച്ചു പറയാണ്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ ദിവസം. ദൈവമക്കൾ ആരാണെന്ന് ലോകം കാണാൻ വേണ്ടി, ജാതികൾ കാണാൻ വേണ്ടി, രാജാക്കന്മാർ കാണാൻ വേണ്ടി വെളിപ്പെടുത്തുന്ന വലിയ ദിവസം വരുന്നു. ശോഭ ധരിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ വെളിപ്പെടേണ്ട ദിവസത്തിനായി ഇപ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ മഹത്വം ഇന്നറിയില്ലെങ്കിൽ ഒരുങ്ങി തയ്യാറായിക്കൊള്ളൂ. അതിന്റെ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരുങ്ങിക്കൊള്ളൂ. പതുങ്ങി എവിടെങ്കിലും ഒളിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ. സുവിശേഷം ഇന്ന് വിളിച്ചു പറയേണ്ടവർ, രംഗത്തിറങ്ങി പറയേണ്ടവർ, ഒരു ദിവസം തേജസ്സോടുകൂടെ ഇവിടുത്തെ രാജാക്കന്മാർ കാണത്തക്കവണ്ണം, അംഗീകരിക്കത്തക്കവണ്ണം ഭൂമിയിലേക്ക് വരാനുള്ള കുഞ്ഞാടിന്റെ കാന്തയാണ് നിങ്ങൾ. ആമേൻ. പൊങ്ങച്ചവും അഹങ്കാരവും പറഞ്ഞ് നടക്കണ്ട. പക്ഷെ അന്തരംഗത്തിൽ ബോധ്യം വേണം, ഞാൻ കുഞ്ഞാടിന്റെ കാന്തയാണ്. ഇറങ്ങി നടക്കുമ്പോൾ അന്തസ്സോടെ ഇറങ്ങി നടക്കണം. കുഞ്ഞാടിന്റെ കാന്തയാണ്. തന്നെയല്ല, ഒന്നാന്തരം മണവാളനല്ലേ. ഭൂമിയിൽ എത്രയെത്ര മണവാളന്മാർ തോറ്റിരിക്കുന്ന കാലം, ഇഷ്ടം പോലെ വിവാഹമോചനങ്ങൾ നടക്കുന്ന കാലം. വായി തുറന്ന് വിളിച്ചു പറയൂ, എനിക്കൊരു മണവാളനെ പരിചയമുണ്ട്, സുന്ദരനായ മണവാളൻ. അവനെപ്പോലെ സുന്ദരൻ വേറെ ആരും ഇല്ല. ആ 10,000ങ്ങളിൽ എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ 10,000 പേരുടെ സൗന്ദര്യം ഒരുമിച്ചിടൂ, ഇവന്റെ സൗന്ദര്യത്തിന്റെ പരിയത്ത് വരില്ല. 10,000 പേരിൽ ഒരുത്തന്റെ സൗന്ദര്യം എന്നല്ല അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ മുഴുവൻ മനുഷ്യരുടെയും സൗന്ദര്യം ഒന്നിച്ചിട്ടാലും ഇത്ര ശോഭ വരാത്ത പരമസുന്ദരനായ മണവാളൻ. അവന്റെ ജ്ഞാനം പറയൂ, അവന്റെ ജ്ഞാനത്തിന് അത്രയും ജ്ഞാനം ആർക്കുണ്ട്? ഇത് മുഴുവൻ ഉണ്ടാക്കിയ ഭയങ്കര ഡിസൈനർ അല്ലേ അവൻ? ഇത് മുഴുവൻ ഇതിന്റെ നിലയ്ക്ക് നിർത്തിയിരിക്കുന്ന ഭയങ്കര ജ്ഞാനിയല്ലേ? അവന്റെ ജ്ഞാനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടുത്തെ എല്ലാ PhDയും കൂടി ഒന്നിച്ചൊരുത്തനെടുത്താൽ പോലും ദൈവമുണ്ടാക്കിയ ഭൂമിയുടെ സ്വല്പം ഭാഗമേ അവൻ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ മുഴുവൻ മഹത്വത്തിന്റെയും ഉടമസ്ഥനായ ദൈവപുത്രനല്ലേ നമ്മുടെ കാന്തൻ. ഹല്ലേലൂയ. അവന്റെ പണം പറഞ്ഞാലോ, അവനുണ്ടാക്കിയ ഭൂമിയുടെ ഒരു സ്വല്പം ഭാഗം പിടിച്ചുകൊണ്ടല്ലേ ഇവിടുത്തെ വലിയ പണക്കാരനിരിക്കുന്നത്. കുറെ കോടികളുടെ സ്വത്ത് പറയുവാനുണ്ടെങ്കിൽ ഇവന്റെ സ്വത്തോ, അവൻ പറയുന്ന ആകാശം എന്റെ വക, ഭൂമി എന്റെ വക, ഭൂമിയിലെ സകല ജന്തുക്കളും എന്റെ വക, ആകാശത്തിലെ പറവകൾ എന്റെ വക, സമുദ്രം എന്റെ വക, സകല ഗോളങ്ങളും ഇവന്റെ വക. അത്ര വലിയ മണവാളനെ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു പണക്കാരനെ കാണിക്കാനുണ്ടോ? ഹല്ലേലൂയ. വലിയ കുടുംബക്കാരനെ പറയാനുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ പേര് പറയട്ടെ. അവരെ മുഴുവൻ ഉണ്ടാക്കിയ കുടുംബത്തിന്റെ ഉടമസ്ഥനാണ് എന്റെ കാന്തനെന്നും നിങ്ങളെ സ്നേഹിക്കുവാൻ അവൻ തയ്യാറാകുന്നുവെന്നും ലോകത്തോട് വിളിച്ചു പറയുവാനല്ലേ ഇന്ന് നമ്മുടെ ജോലി. വായി തോരാതെ വിളിച്ചു പറയേണ്ട ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം. വായി തോരാ വിളിച്ചു പറയേണ്ടത് നമ്മുടെ മണവാളന്റെ ഗുണഗണങ്ങൾ. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ആളുകളെ ഒരുക്കി കൊടുക്കുന്ന ജോലിയാണ് നിങ്ങൾക്കുമുള്ളത്. എന്റെ ജോലി മാത്രമല്ല, പാസ്റ്റർമാരുടെ ജോലി മാത്രമല്ല. നിങ്ങൾ കാന്തയായി തീർന്നോ? അടുത്തൊരാളെ കാന്തയെ ഒരുക്കുവാൻ, അവരുടെ ഗുണത്തിന്, ക്രിസ്തുവിന്റെ നേട്ടത്തിനല്ല, അവരുടെ ഗുണത്തിന്, അവരുടെ രക്ഷയ്ക്ക്, അവരുടെ നിത്യതയ്ക്ക്. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ രക്ഷയ്ക്ക്, നമ്മുടെ അയൽപക്കക്കാരെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് പരിചയപ്പെടുത്തേണ്ട മണവാളനുണ്ട്. യേശു എന്ന മണവാളൻ, നിങ്ങൾ വാക്ക് പറഞ്ഞ മണവാളൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ട മണവാളൻ.